നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 17, 2025 വ്യാഴം. അങ്ങനെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി വളരെ സമാധാനപൂർണമായിട്ട് തന്നെ കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് സാധിക്കും. നിഫ്റ്റി ഇന്ന് 25,101 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. വീക്കിലി എക്സ്പയറി ആണെങ്കിൽ കൂടിയും നിഫ്റ്റിയിൽ ഇന്ന് നേരിയ ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ഇൻഡസ്ട്രീസും നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണ് ഓപ്പണിംഗ് ദൃശ്യമായെങ്കിലും ഇന്നത്തെ ഓപ്പണിംഗ് ഹൈ തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. അവിടെ നിന്നും നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫോൾ ആണ് കണ്ടത്. മോശമായ ഗ്ലോബൽ ക്യൂസും അതുപോലെ തന്നെ IT സ്റ്റോക്സിന്റെയും ഫിനാൻഷ്യൽ സ്റ്റോക്സിന്റെയും മോശമായ പ്രകടനമാണ് നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ പ്രധാനമായും 6 കാരണങ്ങളാണ്. അവ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആകുന്നത് കണ്ടു. ഇന്ന് എല്ലാ ഇൻഡസ്ട്രീസും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നിഫ്റ്റി ഇന്ന് 25,101 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT-യും PSU ബാങ്കും 0.5% മുതൽ 1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ FMCG, മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി ഇൻഡസ്ട്രീസ് 0.5 മുതൽ 1% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം നമ്മുടെ ബോർഡർ മാർക്കറ്റ്സിൽ മിഡ് ക്യാപ്പ് ഇന്ന് ഫ്ലാറ്റ് ആയിട്ടും സ്മോൾ ക്യാപ്പ് 0.3% നേട്ടത്തോടു കൂടിയിട്ടും വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ന് നിഫ്റ്റിയില് ടെക് മഹേന്ദ്ര, ഇൻഡുസിൻ ബാങ്ക്, ഇൻഫോസിസ്, SBI ലൈഫ് ഇൻഷുറൻസ്, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിട്ടപ്പോൾ ടാറ്റ കൺസ്യൂമർ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടം കൈവരിക്കുകയുണ്ടായി. ഇന്ന് NSE-യില് 1261 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1393 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകൾ പ്രകാരം സിറ്റി ഗ്രൂപ്പ് ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താനുള്ള കാരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ട്രംപ് പവൽ അൺസർട്ടനിറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസം US-ൽ നിന്നും മോശമായ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് നമ്മളൊക്കെ കണ്ടു. സോ അതിനെ തുടർന്ന് തന്നെ ഒന്നാമത്തെ കാര്യം, നിലവിലെ ഫെഡ് ചെയർമാൻ ജെറോം പവൽ റേറ്റ് കട്ടിന് വില്ലിംഗ് അല്ല. സോ മോശമായ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതോട് കൂടിയിട്ട് അതിനുള്ള സാധ്യതകൾ അടഞ്ഞു. അതിന്റെ ഫലമായിട്ട് തന്നെ ട്രംപ് നിലവിലെ ഫെഡ് ചെയർമാനോട് സ്വയം ഒഴിഞ്ഞു പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഫെഡ് ചെയർമാന്റെ അൺസർട്ടനിറ്റി തുടരുന്നത് കൊണ്ട് തന്നെ അത് ഡോളറിനെയും വീക്കൻ ചെയ്യുവാൻ കാരണമാക്കുന്നുണ്ട്. പുതിയ ഫെഡ് ചെയർമാനെ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. സോ ഈ ട്രംപും പവലും തമ്മിലുള്ള അൺസർട്ടനിറ്റി തന്നെയാണ് നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കരടായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അത് നിക്ഷേപകരിലും ആശങ്ക വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. രണ്ടാമത്തെ കാരണം വീക്കായ ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ഇന്ന് നമ്മൾ കണ്ടു, ഇന്നലെ നേട്ടത്തോടു കൂടിയിട്ട് അമേരിക്കൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചെങ്കിലും US-ലെ ഫ്യൂച്ചർ സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൽഫലമായി തന്നെ അത് നിക്ഷേപകരിലും ചെറിയ രീതിയിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. സോ US ഫ്യൂച്ചർ ഇന്ന് തുടക്കത്തിലും അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് നിലവിലും നെഗറ്റീവായിട്ട് നിലനിൽക്കുന്നത് നിക്ഷേപകരെയും പിൻവലിപ്പിക്കുവാൻ കാരണമായി. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിക്കുവാൻ ഇടയാക്കി. മൂന്നാമതായിട്ട് IT ഏർണിംഗ്സിന്റെ നിരാശ തന്നെയാണ്. നമ്മൾ കണ്ടു, കുറച്ചേറെ നാളുകളായിട്ട് IT സെക്ടറിൽ മോശമായ ഒരു പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും Q1 റിസൾട്ടുകളിലായിരുന്നു പ്രതീക്ഷ. പക്ഷെ ലീഡിംഗ് ആയ IT സ്റ്റോക്സിന്റെ ഒക്കെ Q1 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും മോശമായ ഏർണിംഗ്സ് റിപ്പോർട്ടുകളാണ് വരുന്നത്. മിനിങ്ങാന്നും ഇന്നലെയും 1% ഏറെ റാലി IT ഇൻഡെക്സിൽ കാണുവാൻ സാധിച്ചെങ്കിലും ഇന്നും നിഫ്റ്റി IT ഫോൾ ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം നിക്ഷേപകർക്ക് IT സ്റ്റോക്സിലുള്ള ആത്മവിശ്വാസക്കുറവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാലാമതായിട്ട് തീർച്ചയായിട്ടും ഇന്നലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വന്ന പ്രഖ്യാപനം തന്നെയാണ് അൺസർട്ടനിറ്റി ഓവർ ഇന്ത്യ US ട്രേഡ് ഡീൽ. ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഇനിയൊരു വലിയ ഡീലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യയുമായിട്ട് ആയിരിക്കാമെന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും എപ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യം ക്ലാരിറ്റിയാണ്. അനിശ്ചിതത്വം മാർക്കറ്റിന് ഒരിക്കലും താങ്ങാനാവുകയില്ല. സോ ഇന്ത്യ US ട്രേഡ് ഡീല് എത്രയും പെട്ടെന്ന് നടക്കുമെന്നും ഭംഗിയായിട്ട് നടക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷകൾ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഇതുവരെ അത് നടന്നില്ല. ഇന്തോനേഷ്യയുടെ കഴിഞ്ഞെങ്കിൽ കൂടിയിട്ടും. സോ അനിശ്ചിതമായിട്ട് ഇന്ത്യ ട്രേഡ് ഡീൽ നീണ്ടുപോകുന്നതും നിക്ഷേപകരെ മാർക്കറ്റിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ടാണ്
പ്രേരിപ്പിക്കുന്നത്. കാരണം ട്രേഡ് ഡീൽ നടന്ന് കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വന്നതിന് ശേഷം മാർക്കറ്റിലേക്ക് എൻ്റർ ആകാമെന്നും ചിലപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളടക്കം ചിന്തിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം ഈ മാസത്തിൽ അവർ നമ്മുടെ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്നതും. അഞ്ചാമതായിട്ട് തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലാണ് നമ്മുടെ മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുന്നത്. തുടർച്ചയായി 4 മാസം, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റില് ബയേഴ്സ് ആയിരുന്നു. എങ്കിൽ ജൂലൈ മാസം നാളിതുവരെ നെറ്റ് സെല്ലേഴ്സ് ആണ് ക്യാഷ് മാർക്കറ്റിൽ. ഇന്നലെയും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സോ അവരുടെ ഭാഗത്ത് നിന്നും കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ആറാമതായി മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ചത് ബ്രെന്റ് ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സില് ഇന്ന് വില വർദ്ധിക്കുകയുണ്ടായി 0.58%. ഓൾറെഡി മുൻപ് പറഞ്ഞ 5 കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനെ വീക്ക് ആയതുകൊണ്ട് ആറാമതായിട്ട് ഈ പറഞ്ഞ കാര്യം കൂടി വന്നപ്പോൾ അത് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ ദൗർബല്യത്തിലേക്ക് നയിച്ചു. സോ ഈ 6 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. ഇന്ത്യൻ രൂപ ഇന്നും 13 പൈസയുടെ ഇടിവ് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടുകയുണ്ടായി. 86.07 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി ഇന്ത്യയിലെ റിയാലിറ്റി മേഖലയില് ബൂമിംഗ് നടക്കുകയാണെന്ന്. കാരണം നമ്മൾ കണ്ടു പ്രീമിയം പ്രോപ്പർട്ടീസ് ഒക്കെ അനൗൺസ്മെന്റിൽ തന്നെ വിറ്റഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ ഇത് നിക്ഷേപകരിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസം തുടർന്ന് 4 ദിവസമായി തുടർച്ചയായി നിഫ്റ്റി റിയാലിറ്റിയിലും റാലിയാണ് കാണുന്നത്. 4 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് 4% ഉയർച്ച രേഖപ്പെടുത്തുക ഉണ്ടായി. അതുപോലെ തുടർച്ചയായി 5 ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ ജ്വല്ലറി സെഗ്മെന്റില് നേട്ടം കൈവരിക്കുന്നതായിട്ട് കണ്ടു. ഇന്നും ജ്വല്ലറി സ്റ്റോക്സ് ഒക്കെ ഉയർന്നു. സെൻകോ, ടൈറ്റാൻ, കല്യാൺ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 5% നേട്ടം കൈവരിക്കുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 66 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിനെ അതിശക്തമായി മുന്നോട്ട് നയിച്ചത് ABB റോബസ്റ്റായി വന്ന ക്വാർട്ടർലി ഏർണിംഗ്സ് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും അടച്ചതുമായ എല്ലാ മാർക്കറ്റിലും പോസിറ്റീവ്നെസ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹോങ്കോങ് മാർക്കറ്റും ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒഴികെ. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. തത്സമയം ഗോൾഡില് ഇടിവും അനുഭവപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. DLF കമ്പനി ബോംബെയില് പുതിയ പ്രൊജക്ടിനായിട്ട് 900 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ നിന്നും 2300 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. പതഞ്ജലി ഫുഡ്സ് കമ്പനിയുടെ ബോർഡ് 2:1 എന്ന റേഷ്യോയില് ബോണസ് ഇഷ്യൂവിന് അപ്രൂവൽ നൽകുകയുണ്ടായി. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉള്ള അപ്രൂവൽ ലഭിക്കുവാനായിട്ടുള്ള വെയിറ്റിംഗിലാണ് കമ്പനി. റെക്കോർഡ് ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചത്. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് 750 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂവിന് ബോർഡ് അംഗീകാരം നൽകിയതായിട്ടുള്ള വാർത്തകൾ. PNC ഇൻഫ്രാടെക് 300 മെഗാവാട്ട് സോളാർ പ്രൊജക്ട് NHPCയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഹെക്സ വെയർ ടെക് കമ്പനി SMC സ്ക്വയറിനെ 1029 കോടി രൂപ മുടക്കി അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോന BLW BYDക്ക് പാർട്സ് സപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് EV കോമ്പോണന്റ് നിർമ്മാണ യൂണിറ്റ് ചൈനയിൽ സെറ്റപ്പ് ചെയ്യുവാനുള്ള ചർച്ചകൾ തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. CNBCയും TV18ന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം. തൽന പ്ലാറ്റ്ഫോംസ് കമ്പനിയുടെ ബോർഡ് 175 കോടി രൂപ മുടക്കി ഷെയർ ബൈബാക്കിനുള്ള അപ്രൂവൽ നൽകുകയുണ്ടായി. 875 രൂപ പെർ ഷെയർ ആണ് ബൈബാക്ക് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.